ത്യാഗരാജൻ ചേട്ടനെ കാണാതായപ്പോ അവര് ഇടപെട്ടോ? എല്ലാം കഴിഞ്ഞ് കാര്യങ്ങൾ അവസാനിച്ചപ്പോ നൈസായിട്ട് വന്നിരിക്കുന്നു സോപ്പിടാൻ. രാഷ്ട്രീയക്കാരിയല്ലേ, അവസരം കണ്ട് സംസാരിക്കാനാണോ പ്രയാസം? അങ്ങനെയല്ലേ നാട്ടുകാരെ പറ്റിച്ച് വോട്ട് മേടിക്കുന്നെ? അവരുടെ വാചകത്തില് ആന്റിയും വീണു. അതുകൊണ്ടല്ലേ അവരോട് ദേഷ്യപ്പെട്ടപ്പോ ആന്റി എന്നെ തല്ലാനോങ്ങിയത്. എന്തായാലും ഒരു ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളത്ര മണ്ടന്മാരല്ലെന്ന് അവരും അറിയണ്ടേ, അതിന് പോയതാ. എന്തായാലും എല്ലാം അറിയിച്ചല്ലോ, മതി. ഇനി അങ്ങോട്ടൊന്നും വേണ്ട. മനസ്സിലായില്ല. ഞാൻ പറഞ്ഞതിൽ എന്താ മനസ്സിലാകാത്ത ഭാഗമുള്ളത്? അങ്ങോട്ടൊന്നും വേണ്ടാന്ന് വെച്ചാ ഇനി ആരോടും പകയും ദേഷ്യമൊന്നും വെച്ചോണ്ടിരിക്കണ്ടെന്ന്. ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറഞ്ഞത് തനുജയോടാ. ഞാൻ പറഞ്ഞത് നീ കേട്ടല്ലോ. കേട്ടു, പക്ഷെ മനസ്സിലായില്ല. ആരോടും വിരോധം വെച്ചോണ്ടിരിക്കണ്ടെന്ന് വെച്ചാ മേരി തോമസിനോട് വിരോധം വേണ്ടെന്നാണോ? മേരി തോമസോ? നിന്റെ മടിയിലിരുത്തിയാണോ അവർക്ക് പേരിട്ടെ? പേര് പറഞ്ഞു വിളിക്കുന്നു. പിന്നെ അമ്മ എന്ന് വിളിക്കണോ? കാണുമ്പോ എന്നെ പാട്ടിലാക്കാൻ വേണ്ടി മോളെന്നൊക്കെ വിളിക്കും. അമ്മയുടെ സ്ഥാനത്ത് കണ്ട് ഞാൻ അവര് പറയുന്നതൊക്കെ സമ്മതിക്കുന്നു വെച്ചിട്ടായിരിക്കും. നോക്ക്, അവരൊരു നാടിന്റെ മന്ത്രിയാ. സംബോധന ചെയ്യുമ്പോ കുറച്ചൊക്കെ ബഹുമാനം വേണം. അമ്മയുടെ പ്രായമുള്ള ആളല്ലേ, അപ്പൊ അമ്മാന്ന് തന്നെ വിളിക്കാം. പിന്നെ അമ്മ, അവരാണോ അമ്മ? അമ്മ മക്കൾക്ക് വേണ്ടി ഇങ്ങനെയാണോ ചെയ്യുന്നത്? അവര് ചന്ദ്രോത്തിന്റെ ഏജന്റാ. ഇപ്പൊ ആന്റിയും കൂറുമാറ്റിയെടുത്തു. ഞാൻ കൂറുമാറുകയും കാലുമാറുകയും ഒന്നും ചെയ്തിട്ടില്ല. നോക്ക്, അവരെ ഇനി പേര് പറഞ്ഞ് വിളിക്കാൻ പാടില്ല. മന്ത്രി എന്നെങ്കിലും പറയണം. അതുപോലെ പകയും ശത്രുതയും ഒന്നും വേണ്ട ആരോടും. ഞാനതിന് സമ്മതിക്കില്ല. അല്ല ആന്റി, ഞാൻ പറഞ്ഞതനുസരിച്ചാ മതി. ചേച്ചിക്ക് ഇതെന്ത് പറ്റി? എന്ത് പറ്റാൻ? ആ മേരി തോമസ് സ്വാധീനിച്ചു കഴിഞ്ഞു. അയ്യോ, മേരി തോമസ് വിളിക്കാൻ പാടില്ലല്ലോ. അമ്മ സ്വാധീനിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി എവിഡൻസുകൾ എനിക്ക് കിട്ടാനുണ്ട്. എന്തായാലും നമ്മൾ ഇപ്പൊ ഫയൽ ചെയ്ത റെക്കോർഡ് വെച്ചായിരിക്കും കേസ് ഫയൽ ചെയ്യാൻ പോകുന്നത്. അല്ല, അന്ന് സിദ്ധു തേവക്കാട്ട് പോയതും അവിടെ നടന്ന സംഭവങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞില്ലല്ലോ വക്കീലെ. അന്ന് തേവക്കാട് നടന്ന സംഭവങ്ങൾ മാഡം കണ്ടായിരുന്നു? ഇല്ലല്ലോ. കാര്യങ്ങളൊക്കെ ഞാൻ MLAയോട് വിശദമായിട്ട് ചോദിച്ചറിഞ്ഞോളാം. നന്ദനും ദേവിയും കൂടെ വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നീക്കാം. അന്വേഷിച്ചവരെത്തിയല്ലോ. വാമോളെ.
നിങ്ങൾ ഇത് എവിടെയായിരുന്നു? എന്നെ പോലുള്ള VIP കളെ വിളിച്ചു വരുത്തി ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത് കേട്ടോ. ഓ, നന്ദ, കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സംസാരിച്ചു കഴിഞ്ഞു. വക്കീല് നല്ല കള്ളുകൂടിയല്ലേ? ഏ? അയ്യോ ഞാന് അതും തേവക്കാട്ട് പോയി ത്യാഗരാജന്റെ കൂടെ ഇരുന്നുള്ള കള്ളുകൂടി. എന്റെ പൊന്നോ, ഇത് വലിയ കഷ്ടമായല്ലോ. അത് പിന്നെ ഞാനേ വക്കീലിന്റെ ഡ്രാമയായിരുന്നു അതെന്ന് ഗിരീഷേട്ടൻ വിളിച്ചു പറഞ്ഞു. അത് ശരി. കൂട്ടുകാരനെ യാത്ര അയക്കാൻ പോയതായിരുന്നു അല്ലേ? ആ അതെ, അവൻ ജോലി കിട്ടി പോവാ. ആ, കൂട്ടുകാരന് ജോലി കിട്ടി പോകുന്നു. രണ്ടുപേരും ഒരു ഉളുപ്പുമില്ലാതെ യാത്ര അയക്കാൻ പോകുന്നു. വക്കീൽ എന്താ ഉദ്ദേശിച്ചേ? ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നല്ല തണ്ടും തടിയും ഉണ്ടായിട്ടും രണ്ടുപേരും കള്ളച്ചോറും ഉണ്ട് വീട്ടിനകത്ത് സുഖം പിടിച്ചിരിക്കുന്നു എന്ന്. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടുകാരിയാ. വക്കീലെ, കേസിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അയ്യോ, ഞാൻ കേസിന്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. പക്ഷെ കേസിന്റെ കൂടെ ഫീസും വരുമല്ലോ. ഫീസ് തരാനുള്ള വരുമാനം ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതെ വക്കീലെ, ഫീസിന്റെ കാര്യത്തിൽ വക്കീൽ വിഷമിക്കണ്ട. ആ, ഇങ്ങനെയാണ് സുഖം പിടിച്ചു പോകുന്നത്. സാധാരണ വിളമ്പുന്നവൻ അറിഞ്ഞില്ലെങ്കിലും ഉണ്ണുന്നവർ അറിയണം എന്ന് പറയും. ഇവിടെ വിളമ്പുന്നവനും ഉണ്ണുന്നവനും ഒക്കെ കണക്ക് തന്നെ. വക്കീലെ, നിങ്ങളെ കേസ് മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ, ഞങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. അതെ, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത്. വല്ല സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലുണ്ടല്ലോ, വീട്ടുകാരനെ 10 വെട്ടി അടിച്ചെന്നെ. ഞാൻ പെണ്ണിനെയും കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കാതെ പണിക്ക് പോകുമായിരുന്നു. എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ജോലി മേടിച്ചു കൊടുക്കുമായിരുന്നു. ഒന്നിനും പറ്റില്ലെങ്കിൽ അവളെ ഞാൻ തൊഴിലുറപ്പിന് വിട്ടേനെ. വെറുതെ കാര്യം ചുറ്റി നടന്നോ? ഇതിപ്പോ എന്താണെന്നറിയാവോ? പണ്ടുള്ളവർ പറയും, 10 പേരും ചക്കി കുത്തും, അമ്മ വെക്കും, ഉണ്ണി ഉണ്ണും. അത് തന്നെ. എന്താ വക്കീൽ ഇത്? അന്യരോടെന്നുള്ള രീതിയിൽ ഇവിടെ സംസാരിക്കണ്ട. അയ്യോ, ഞാൻ ഇവരെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. നാട്ടുകാർ പുറത്തു നിന്ന് സംസാരിക്കാതിരിക്കാനാ ഞാൻ ഇവരോട് പറയുന്നത്. ചിലരങ്ങനെയാ, പരാന്ന ഭോജികള്. മറ്റുള്ളവർ അധ്വാനിച്ചു കൊണ്ടുവരും, നമ്മൾ വീട്ടിൽ ഇരുന്ന് വെട്ടി വിഴുങ്ങും, കുറ്റവും പറയും. സാമ്പാറിന് ഉപ്പ് പോരാ, അരി വെന്തിട്ടില്ല. എന്റെ മോനെ നന്ദ, ഇവര് മക്കളെ, മോനെ, നിങ്ങൾക്ക് ഇവിടെ ഊണുണ്ട്, ഒരിടത്തും പോണ്ട എന്നൊക്കെ പറയും. അത് കുറച്ചു ദിവസം, അത് കഴിയട്ടെ. ഇപ്പൊ എന്നെ ശാസിച്ച ചേച്ചിയില്ലേ, ഗിരിയുടെ അമ്മ, ഉള്ളൊരുകി പ്രാർത്ഥിക്കും, നിങ്ങളൊന്ന് ഇറങ്ങി പോണേന്ന്. വക്കീലെ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ഇവിടെ കുടുംബ പ്രശ്നം ഉണ്ടാക്കാനാണ് വക്കീൽ വന്നത്. അയ്യോ, കുടുംബ പ്രശ്നം ഉണ്ടാകാതിരിക്കാനാ ഞാൻ ഇതൊക്കെ പറയുന്നത്. മോനെ, വല്ല ജോലിക്കും പോയി 10 കാശുണ്ടാക്കടാ. ഞാൻ പോണ്. ആലോചിച്ചിട്ട് എനിക്ക് മാഡം, നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം. ആ, ഈ വണ്ടിക്കടിക്കാനുള്ള എണ്ണയുടെ കാശെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൂടെ? അതും അളിയൻ തരണമായിരിക്കും അല്ലേ? കഷ്ടം.
ഹലോ മിനിസ്റ്റർ. ആ ചന്ദ്രമതി, തനൂജ് എന്നെ കാണാൻ വന്നിരുന്നു. ആ ഞാൻ അറിഞ്ഞു. അതിനെ ചൊല്ലി ഞങ്ങൾ തമ്മിൽ ഒരു തർക്കവും നടന്നു. അയ്യോ, തർക്കമൊന്നും വേണ്ടായിരുന്നു. അവൾക്ക് ഒരുപാട് സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഏറ്റവും പ്രധാന സംശയം മിനിസ്റ്റർ വന്നത് ചന്ദ്രോത്തുകാർക്ക് വേണ്ടി പറയാൻ വേണ്ടിയായിരുന്നു എന്നാ. അവൾ എന്നോട് പറഞ്ഞതും അതൊക്കെ തന്നെയാ. മിനിസ്റ്ററുടെ അവസ്ഥ എനിക്ക് നല്ലോണം അറിയാം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി ഒറ്റ മാർഗേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം തനുജയോട് തുറന്നു പറയാ. ബാലുവിന്റെ മകളെന്ന നിലയ്ക്ക് അവളെ കൂടെ നിർത്താനും സംരക്ഷിക്കാനും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ബുദ്ധിമുട്ടില്ല എന്ന് മാത്രമല്ല, സന്തോഷാണ് താനും. ആദ്യം ചെയ്യേണ്ടത് അവളുടെ മനസ്സിൽ ചന്ദ്രോത്തുകാരോടുള്ള പക അവസാനിപ്പിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മന്ത്രി മേരി തോമസും ബലരാമനുമാണ് അവളുടെ അച്ഛനും അമ്മയൊന്ന് അവൾ അറിയിക്കണം. മന്ത്രി മേരി തോമസ് നാട് ഭരിക്കുന്ന മന്ത്രിയുടെ മകളാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തനുജ കുറച്ചൊന്നും ഒതുങ്ങും. നമുക്ക് ആ വിവരം തനുജയെ വൈകാതെ തന്നെ അറിയിക്കണം. അമ്മയെ അന്വേഷിച്ച് അലയല്ലേ അവള്? അതെ, എല്ലാം തുറന്നു പറയാൻ സമയമായി. ഒക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ ചന്ദ്രമതിയെ വിളിക്കാം. ശരി, നമുക്ക് വൈകാതെ ഒരു ധാരണയിലെത്താം. ഞാൻ വിളിക്കാം. ശരി ശരി. മന്ത്രി എന്ന് പറയുമ്പോ അതൊരു വലിയ സ്ഥാനം, ബഹുമാനം കൊടുക്കേണ്ട പദവി. പക്ഷേ എനിക്ക് പുച്ഛമാ തോന്നുന്നത്. നിങ്ങളൊരു സ്ത്രീയാണോ? നിന്നോട് എനിക്ക് ഹലോ. ഹലോ മാഡം, ഞാനാണ്, ത്യാഗരാജനാണ്. മനസ്സിലായി. പറഞ്ഞോളൂ, കാര്യങ്ങൾ ഏതുവരെയായി ത്യാഗരാജൻ? അല്ല, അടുത്തിനി എന്താന്നുള്ള നിർദ്ദേശത്തിനായിരുന്നു മാഡം വിളിച്ചതേ. എന്നെ ചുമതലപ്പെടുത്തിയിരുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അല്ല, ചന്ദ്രോത്തുകാര് ഏതാണ്ട് നാമാവശേഷമായി.
അവരെനി തല പൊക്കില്ല. മാഡം ആഗ്രഹിച്ച രീതിയിലൊക്കെ നടന്നു. സിദ്ധാർത്ഥൻ ജയിലിലായി, പ്രഭാവതിയും പിള്ളേരും അഭയാർത്ഥികളുമായി. ഇനി എന്റെ ഡ്യൂട്ടി കഴിഞ്ഞല്ലോ. അപ്പോ ഇനി തിരിച്ചു പോകാമോന്നറിയാനാ. ദൗത്യം പൂർത്തിയായില്ല ത്യാഗരാജ. ചന്ദ്രോത്തുകാർ തല പൊക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടായില്ല, കണ്ടറിയണം. അതായത് അവർ പൂർണ്ണമായും വീഴണം. ഇപ്പോഴുള്ള തകർച്ചയല്ല, ഇനിയുള്ള തകർച്ചയാവണം ഭീകരവും ഭയാനകവും. ചന്ദ്രോത്തിലെ ആരും രക്ഷപ്പെടാൻ പാടില്ല. സിദ്ധാർത്ഥൻ ജയിലിലാണ്, പക്ഷെ അയാൾ ഇറങ്ങില്ല എന്ന് ഉറപ്പുവരുത്തണം. ചന്ദ്രോത്ത് വീട് ജപ്തിയിലാണെങ്കിലും അതവർക്ക് തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ കുറെ കാര്യങ്ങളിൽ തീർച്ച വരുത്താനുണ്ട്. അതുകൊണ്ട് തന്നെ ത്യാഗരാജന് മടങ്ങാനുള്ള സമയമായിട്ടില്ല. ശരി മാഡം. യുദ്ധം കഴിഞ്ഞതായി എന്റെ പ്രഖ്യാപനം വരണം. അന്നേരമേ അവസാനമാകും. അതുവരെ ത്യാഗരാജൻ 24 മണിക്കൂറും അലേർട്ടായിരിക്കണം. ശരി മാഡം, മാഡത്തിന്റെ തീരുമാനം പോലെ. മാഡത്തിന്റെ ആജ്ഞ അതുപോലെ അനുസരിക്കുന്ന ദാസം മാത്രമാണല്ലോ ഞാൻ. എന്നാണോ അനുവാദം കിട്ടുന്നത് അന്നുവരെ ഞാനുണ്ടാവും. ശരി മാഡം. ശരി ത്യാഗരാജൻ. നന്ദു, നന്ദു, എന്താ ആലോചിക്കുന്നേ? നാളെ മുതൽ ഞാൻ ഇറങ്ങാൻ പോവാ. എവിടേക്ക്? ഒരു ജോലി വേണം. കേസിന്റെ കാര്യത്തേക്കാൾ എന്റെ മനസ്സിലിപ്പോ ജോലിക്കാരിയാ. നമുക്ക് നോക്കാം, എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കാം. എല്ലാരും കഴിക്കാൻ വന്നു, വാ. എനിക്ക് വേണ്ട ദേവി, കഴിക്കാൻ പറ്റില്ല. കാട്ടൂരാൻ പറഞ്ഞ പോലെ കള്ളച്ചോറ, ദേഹത്ത് പിടിക്കില്ല. കാട്ടൂരാൻ അപമാനിച്ചു തുടങ്ങിയപ്പോ എനിക്ക് ദേഷ്യം വന്നെങ്കിലും ഇപ്പൊ തോന്നുന്നു പുള്ളി നേരത്തെ തന്നെ വരണമായിരുന്നു എന്ന്. നേരത്തെ ഒരു ഇന്റർവ്യൂവിന് പോയി അതിൽ നിന്ന് പുറത്തായ ശേഷം പിന്നെ ജോലി അന്വേഷിച്ചില്ല. കാട്ടൂരാൻ പറഞ്ഞ പോലെ വീട്ടിലിരുന്ന് സുഖം പിടിച്ചു. അതൊന്നും ഞാൻ സമ്മതിക്കില്ല. ഓരോ സാഹചര്യങ്ങളല്ലേ. പിന്നെ നമ്മുടെ അവസ്ഥ പൂർണ്ണമായിട്ടും നമുക്കല്ലേ അറിയൂ. മറ്റൊരാൾക്ക് എന്തും പറയാം. പക്ഷെ കാട്ടൂരാൻ പറഞ്ഞ ശരിയല്ലേ? അത് ശരി തന്നെയാ, ഞാനും സമ്മതിക്കുന്നു. എനിക്കും എന്തെങ്കിലും ഒരു ജോലി നോക്കണം. ആദ്യം എങ്ങനെയും ഞാനൊരു ജോലി ശരിയാക്കട്ടെ. അതുപോലെ ഗിരീഷേട്ടന്റെ വീട്ടിലുള്ള നിപ്പും ശാശ്വതമല്ല. ഇവിടുന്ന് ഇറങ്ങുമ്പോ വീണ്ടും ശൂന്യതയിലേക്കാവരുത്. എന്തെങ്കിലും ഒരു ജോലി വേണം, അതൊരു ധൈര്യം തരും. അതെ നന്ദു, എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ചേ പറ്റൂ.